ഇന്ന് നമുക്ക് ഇച്ചിരി വെറൈറ്റി പിടിച്ചാലോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റം. അപ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ്, അതായത് 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ മൈദാ മാവാണ് കേട്ടോ. അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതോടൊപ്പം തന്നെ 3 നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാര കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒടുവിലായിട്ട് 2 മുട്ട. ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ മൈദയും അതുപോലെ മുട്ടയും എല്ലാം ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് അരക്കപ്പ് വെള്ളം നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഈ കാണുന്ന തിക്നെസ്സോട് കൂടിയാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഈ ബാറ്ററിന്റെ കട്ടി കൂടിപ്പോയാൽ നമ്മളിത് ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് തനിയെ പരന്നു വരില്ല. അതുകൊണ്ട് കഴിവതും ഒരല്പം ലൂസായിട്ട് വേണം നമുക്കിത് കലക്കിയെടുക്കാൻ എന്ന് കരുതി ആദ്യമേ കൂടുതലായി വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ. അങ്ങനെ ഈ കാണുന്നത് പോലെ ഒരല്പം ലൂസായിട്ട് നമ്മുടെ ഈ ബാറ്റർ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ചൂടാകാത്ത ഒരു തവയിലേക്ക് കുറേശ്ശെ കോരി ഒഴിച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ദോശമാവൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ തവയൊന്നെടുത്ത് മാവ് എല്ലാ വശത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് ചരിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ മാവ് എല്ലാ വശത്തും ഒരുപോലെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച്, അല്ലെങ്കിൽ മീഡിയം അല്ല അതിനേക്കാളും കുറച്ചുകൂടി താഴ്ത്തി വെച്ചിട്ട് നമുക്ക് ഇവ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഒരു കാരണവശാലും മാവ് ഒഴിക്കുന്ന സമയത്ത് ഈ തവ ചൂടായിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാവ് ഈ കാണുന്നത് പോലെ പരന്നു വരില്ല എന്ന് മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് പോവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ നമുക്കത് പ്രതീക്ഷിക്കുന്നത് പോലെ നൈസായിട്ട് ചുട്ടെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ തവണയും മാവ് ഒഴിച്ച് ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷവും തവയിലെ ചൂട് മാറാനായി ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചു നേരം മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ ഈ മാവെല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇനി നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്ക് 2 മീഡിയം സൈസ് ഏത്തപ്പഴം ചെറുതായിട്ട് നുറുക്കിയത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ അതായിരിക്കും ഈ വിഭവത്തിന് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അങ്ങനെ ഏത്തപ്പഴം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു 2 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അങ്ങനെ ഏത്തപ്പഴമൊക്കെ മൂത്ത് ഈ കാണുന്ന പോലെ ഒരു മഞ്ഞപ്പിത്തം ബാധിച്ച, അതായത് മഞ്ഞ കളറിലേക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 80 ml കപ്പിൽ 1 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. കൂടാതെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ഇത്രയൊന്ന് ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ്, അതായത് ഈ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നത് വരെയും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. കപ്പിന്റെ അളവെന്ന് പറയുന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അല്ലേ? നേരത്തെ പറഞ്ഞ 250 ml കപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും തുടരെ ഒന്ന് ഇളക്കി നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ തിളച്ച് കിട്ടിയാൽ മാത്രം പോരാ, കുറച്ചു സമയം ഈ പഴം തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വെന്ത് കിട്ടുകയും കൂടി വേണം. അങ്ങനെ നമ്മുടെ കിടിലൻ വിഭവം റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ വാരി കോരി കഴിക്കും. അപ്പൊ നമുക്കറിയാം നമ്മളിത് പൊറോട്ടയ്ക്ക് പകരമായിട്ടൊക്കെ ഉണ്ടായി കഴിക്കുന്ന ഒരു ഐറ്റമാണ്. സാധാരണ നോൺ വെജ് കറികളോടൊപ്പമാണ് ഇത് സെർവ് ചെയ്യുക. എന്തായാലും ഇതിനോടൊപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.